എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നമ്മുടെ അബ്ദുറഹീമാണ് കേട്ടോ സൗദിയിൽ നിന്ന് പോയത്. അപ്പോൾ ഞാനൊരു ചാനലിൽ അബ്ദുറഹീമും മനസ്സ് തുറക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ മനസ്സ് തുറന്നപ്പോൾ സത്യത്തിൽ ഞാൻ കുറേ കരഞ്ഞു കേട്ടോ. കേട്ടപ്പോൾ കാരണം എന്താണെന്നറിയാം, ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദനകളും വിഷമങ്ങളും അറിയൂ. ഞാൻ കരഞ്ഞ രണ്ട് സ്ഥലമുണ്ട്. ഒന്ന് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ബലദിൽ, എല്ലാവർക്കും അറിയാം ബലദിൽ തലവെട്ടുന്ന പള്ളിയുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ വൈകുന്നേരം ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ തടിച്ചു കൂടിയിട്ട് കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ച എന്തായിരിക്കും സംഭവം, പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങിൻ്റെ പണിക്കാരും എല്ലാവരും ഇങ്ങനെ വന്നിട്ടുണ്ട്, ജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്, പോലീസൊക്കെ വന്ന് എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്തും എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാനും പോയി നിന്ന് ഫ്രണ്ടിൽ തന്നെ. ലാസ്റ്റ് നിമിഷം 3 ആൾക്കാരെ കൊണ്ടുവന്ന് മുസല്ല വിരിച്ച് നമ്മളെ സുജൂദിൽ പോകുന്ന പോലെ ഇരുത്തിയിട്ട്, മുസല്ലയിൽ ഇരുത്തിയിട്ട്, പിന്നെ ഒരാൾ വരുന്നുണ്ട്. സത്യത്തിൽ അയാൾ വരുന്നു, വാളെടുക്കുന്നു, ഇങ്ങനെ മണങ്ങി നിന്നിട്ട് ഇവിടുന്ന് അങ്ങ് വിട്ടുകയാണ് കേട്ടോ. തല താഴത്തും ഇവിടുന്ന് ഇങ്ങോട്ട്, തല താഴത്തും ഇവിടുന്ന് ഇങ്ങോട്ട് ബ്ലഡ് മുകളിലേക്ക് പോവുക. പക്ഷെ സത്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ ഈ ഗതി ഒരു മനുഷ്യർക്കും വരാതിരിക്കട്ടെ പടച്ചോനെ എന്ന്. സത്യം കാണുമ്പോഴാണ് അത് മനസ്സിലാകട്ടെ. പിന്നെ വേറൊന്ന്, നമ്മുടെ അബ്ദുറഹീം പറഞ്ഞതുപോലെ നമ്മൾ ചെറിയ അറിയാതെയോ അറിഞ്ഞോ എങ്ങനെയോ സംഭവിച്ചൊരു തെറ്റായിരിക്കും. പക്ഷെ അത് പ്രത്യേകിച്ച് അജ്നബികൾക്ക് അവരുടെ നാടാകുമ്പോൾ അവർ പറയുന്നതല്ല അജ്നബികളുടെ കാര്യത്തിൽ. പക്ഷെ നമ്മളെന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് കൊണ്ടുപോയിട്ട് പിന്നീട് നമ്മളെ വേറെ ഇടത്തേക്കെങ്കിലും മാറ്റുക, അതല്ലെങ്കിൽ നമ്മളൊരു കോടതി കൊണ്ടുപോകുക, അല്ലെങ്കിൽ വേറെ എവിടെയും കൊണ്ടുപോകുന്ന സമയത്ത് കൈക്കും കാലിനും ചെങ്ങലിടലുണ്ട് കേട്ടോ. സത്യത്തിൽ കൈയൊന്നും ഇങ്ങനെ ഇതാക്കാൻ പറ്റൂല, കാലിനിട്ടതുണ്ടല്ലേ. നമ്മളീ നടക്കൂല, ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അളവുണ്ട്, അതിൽ കൂടുതൽ നടന്നാൽ ഈ ചെയിന് ബാറായിട്ട് കാലിൻ്റെ എന്താ നെരിയാണിന്ന് പറയും നിങ്ങളെന്താ പറയുക, നല്ല ഇവിടെ ഇതാവും. അപ്പോൾ എന്താക്കുന്നറിയാം, പാൻറ്റ് ഫുള്ളിങ്ങനെ താത്തിട്ട് ഇതിൻ്റെ മുകളിലാക്കോട്ടാ. എന്നിട്ട് നമ്മളെന്തിനാ പുറത്ത് കൊണ്ടുപോയിന്, അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലേ ആ കാലിൻ്റെ അടുത്ത് തോല് പൊട്ടിയിട്ടുണ്ടാവും. സത്യം അനുഭവിക്കണം, ഓരോന്ന് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് വേദന അറിയാം. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, പടച്ചോനെ നമ്മളൊക്കെ 2, 3, 4 ദിവസങ്ങൾ മാത്രമാണ് അനുഭവിച്ചത്, അല്ലെങ്കിൽ ഒരാഴ്ചയാണ് അനുഭവിച്ചത്. 20 വർഷം അനുഭവിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 20 വർഷം 40 വർഷത്തെ പവറായി കേട്ടോ. ഓരോ വകുപ്പിനും ഓരോ സെല്ലുകളാണ്. പിന്നെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട അബ്ദുറഹീമിൻ്റെ കാര്യം പിന്നെ നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലും നാട് കാണില്ല, എൻ്റെ മരണം ഉറപ്പാണ്, അത് അള്ളാൻ്റെ വക്കൽ തവക്കൽ ചെയ്തിട്ടിരിക്കുന്ന അബ്ദുറഹീമിന് അല്ലേ, വീണ്ടും പിന്നെ നാട്ടിലെത്താൻ വേണ്ടി കിട്ടുമുണ്ടാകുന്ന ഒരു ദിവസം കടന്നിട്ട്, അല്ലെങ്കിൽ ഒരു 5 ദിവസം കടന്നിട്ട് നമ്മളെന്തെങ്കിലും ഒരു നല്ല ഇതിൽ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ സന്തോഷം, അതോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതെ ഒരു 3, 4 ദിവസം 5 ദിവസം ജയിലിൽ കടന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ആ ദിവസം നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവില്ലേ. ഇപ്പോൾ 20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ചോദിക്കുന്നുണ്ട് ടെലിഫോണിന് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനം അവർ വാങ്ങി വെക്കട്ടെ. നമ്മളെ പിടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർ നമ്മളെ മൊബൈലാവട്ടെ, നമ്മളെ പേഴ്സ് ആവട്ടെ എല്ലാം വാങ്ങി വെക്കട്ടെ. നമ്മളെ പത്താക്ക പോലും വാങ്ങി വെക്കും. പക്ഷേ ഞാൻ ആലോചിച്ചു പോകുന്നത് 20 വർഷം അതിൻ്റെ ഉള്ളിൽ, 20 വർഷം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ആരോരുമില്ലാതെ, നാടെന്താണ് നാട്ടുകാരെന്താണെന്ന് പോലും അറിയാതെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കഴിയുന്ന അത് ബുദ്ധിമുട്ടുണ്ടല്ലേ, അനുഭവിച്ചിരിക്കും മാത്രമേ അറിയൂ. അതുകൊണ്ട് ആർക്കും അങ്ങനെയുള്ളൊരു അനുഭവം വരാതിരിക്കട്ടെ. എല്ലാവരോടും പറയാനുള്ളത്, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാക്കുമ്പോഴും ക്ഷമ, അസ്സബ്റു നിസ്മുൽ ഈമാൻ, ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്നല്ല പറയുന്നത്. നമ്മൾ ക്ഷമിക്കുക. നമ്മൾ ജോലി ചെയ്യാൻ വന്നതാ, പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യ, മക്കൾ, കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ അവരെ ഓർക്കുക കേട്ടാ. അതുകൊണ്ട് എല്ലാവരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ക്ഷമ വേണം. ഓക്കെ, എല്ലാവരോടും. ഇനി അബ്ദുറഹ്മാൻ്റെ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ.
അതുപോലെ തന്നെ 20 വർഷം മിസ്സായ ഒരു ഉമ്മയാണ് കേട്ടോ. ആ ഉമ്മാക്ക് 20 വർഷത്തേക്കാൾ ആയുസ് അള്ളാഹു തആല നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മയും മകനും സന്തോഷമായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.